അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ അല്ല, നമ്മൾ ഒരാളുണ്ടായിരുന്നു നമ്മളോട് ഫസ്റ്റത്തെ എപ്പിസോഡിലും രണ്ടാമത്തെ എപ്പിസോഡിലും. ഇത് 10-ോ 11-ഓ എപ്പിസോഡാണ്. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് ഇനി ഉണ്ടാവില്ല ഗായ്സ്. ഇത് എൻ്റെ എപ്പിസോഡാണ് ഗായ്സ്. എൻഡ് ഈ മൾട്ടിപ്ലെയർ സീരീസ്. യെസ്, ഇത് മൾട്ടിപ്ലെയർ സീരീസ് ആയിരുന്നു. ഇത് എൻഡ് ചെയ്യാൻ പോണ ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കി. ബട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു, പ്രശ്നമില്ല. അത് ഇടാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ആ ഫാം വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അത് സംഭവം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൻ്റെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ബെഡ്റോക്കിൽ 20 വില്ലേജർ പോകണം. ജാവയിൽ ഒരു 3 വില്ലേജർ ഉണ്ടെങ്കിൽ ഒരു അയൺ കോളം. ബെഡ്റോക്കിൽ 20 വില്ലേജർ ഉണ്ടായിട്ട് ഒരു അയൺ കോളം പോലും സ്പോണാകുന്നില്ല. എന്ത് ചെയ്യാനും മോജ. ഇതെപ്പോഴാണ് ഇത് റെഡിയാക്കുക? ഇത് അന്ന് റെഡിയാക്കുന്നു, അന്ന് കളിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമ്മൾ കളിക്കാൻ എന്തായാലും വഴി. നമ്മളെന്തായാലും അടുത്ത സീരീസ് നമ്മൾ ജാവ കളിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെന്തായാലും അടുത്ത സീരീസ് നമ്മളെന്തായാലും മൊബൈലിൽ തന്നെ കളിക്കാൻ പറ്റുള്ളൂ. നമ്മൾ PC ഒന്നുമില്ല. ആൾക്കാർ നമ്മൾ ജാവ കളിക്കാം. നമ്മൾ ജാവ സെർവർ ഉണ്ടാക്കിയിട്ട് അതിൽ കളിക്കാം. ചെറിയ ലാഗും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ലാഗില്ലാത്തത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പോവാണ് ഇന്ന് നമ്മൾ ഡെത്ത് ആകുന്നവരെ നമ്മൾ ഈ വീഡിയോ ഉണ്ടാവും. അപ്പോൾ ലെറ്റ്സ് ഗോ ദ കോങ്കോ ഗെയിമിംഗ് ചാനൽ. ഗായ്സ്, എന്തായാലും നമ്മൾ നെതറിൻ്റെ എത്തിയിട്ടുണ്ട്. നെതറിൽ നമ്മൾ ഇവിടെ ഒരു വില്ലേജേഴ്സിൻ്റെ സംഭവം ഉണ്ടാക്കിയിരുന്നു. നമ്മൾ പറഞ്ഞു വില്ലേജേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞു. ബട്ട് അത് നമുക്ക് എന്തായാലും ഇനി നടക്കൂല. നമുക്ക് എന്തായാലും അടുത്ത സീരീസിന് നോക്കാം. നമ്മളെന്തായാലും ഇവിടെ ഒരു ഫോർട്രസ് ഞാൻ കണ്ടിരുന്നു തൊട്ടപ്പുറം. അത് നമ്മൾ വീഡിയോയിലുണ്ടായി, അയൺ ഫാം ഉണ്ടാക്കുന്ന വീഡിയോയിൽ. നമുക്കെന്തായാലും ഇനി നമ്മളെ ബേസിലേക്ക് നമ്മൾ പോകില്ല. എന്തായാലും ചത്താൽ പോവും. ചാവുന്നവരെ നമ്മൾ ഗ്രൈൻഡിങ് നേരെ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടാണ് വന്നത്. ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് നമ്മൾ എൻഡ്രാനെ കൊന്ന് അതിൻ്റെ പുരക്കേക്കുള്ളൂ. അതന്നും ഇന്നും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്തായാലും പില്ലർ ചെയ്ത് നേരെ ഇപ്പോൾ അത് പറഞ്ഞോണ്ടിരിക്കുന്ന നേരം ചിലപ്പോൾ ഈ ലാവയിലങ്ങ് ബ്ലേസ് മുമ്പോ പണി കിട്ടുമോ? ബ്ലേസ് ഒരു ഇട്ടാൽ മതി, തെറിച്ച് ലാവയിൽ പറഞ്ഞ് തീർന്നില്ല അറിയും. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് വാട്ടർസിൽ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് നേരം കുറച്ച് ബ്ലേസ് റോഡ് ഒപ്പിക്കാം. ഗൈസ്, ബ്ലേസ് റോഡൊക്കെ ഒപ്പിക്കാൻ നിങ്ങൾ കണ്ടായിരിക്കും. എന്നാലും ഒന്ന് കണ്ടേക്ക്. നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു സ്പീഡിൽ വീഡിയോ കാണിച്ചു തരാം. ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഗൈസ്. ഇത് 2-3 പ്ലേസ് ഇവിടെ ഉണ്ടായിരുന്നു. കൂടെ പിന്നെ പഠിക്കും അതിനെ അടിച്ചു കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്ലേസ് റോഡ് എന്ന് പറഞ്ഞ സംഭവം കിട്ടും. ഇതിനെ കൊന്നേരം കിട്ടിയില്ല. അടുത്തേനെ കൊന്നിട്ട് കിട്ടി. ഫസ്റ്റ് ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയൊക്കെ ഒപ്പിക്കാം. എന്തായാലും ഇവിടെ സ്പോണർ ഇട്ടുണ്ടോ നോക്കണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ അടിച്ചു കൊടുക്കാം. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഇപ്പോൾ തുറക്കാം. 1-2 മണിക്കൂറായി ഗൈസ് ഞാൻ ഇവിടെ നിന്ന് ഗ്രൈൻഡ് ചെയ്യുന്നു. അവസാനം നമുക്ക് ബ്ലേസ് റോഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വേറെ രക്ഷപ്പെടണം. എന്നിട്ട് വാർപ്പ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് എൻഡർ പേൾ ഒപ്പിച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് നേരെ പോകാവുന്നത് തന്നെയാണ്. നമുക്ക് കുറേ സമയം എടുത്ത് കഴിച്ച്, കുറേ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്ത് ബ്ലേസ് റോഡ് ഒപ്പിക്കാൻ. എന്ന് വെച്ചാൽ ഇതൊന്നും കിട്ടിയില്ല, സ്പോണർ ഇപ്പം പോയേനെ ലാവയിൽ. അതാ ബ്ലേസ് റോഡ് 6 ബ്ലേസ് റോഡ് ഇട്ടിട്ടുണ്ട്. 6 ഒന്നിനെ ബ്ലേസ് പൗഡർ 2 ആക്കാം. അപ്പോൾ ടോട്ടൽ 12. അതെ, 6 12 എണ്ണം ഉണ്ട്. 12 എണ്ണം മതി തൽക്കാലം നമുക്ക് ഒരു ബ്ലേസ് നടക്കുന്നു. നമുക്ക് എന്തായാലും നൈസായിട്ട് ചങ്ക് ബേസ് നോക്കിയിട്ട് ഞാൻ ബ്ലേസ് റോഡിൻ്റെ ലൊക്കേഷൻ ഫോട്ടോസ് ആർപ്പഡ് ഫോറസ്റ്റിൻ്റെ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട്. ഇവരൊക്കെ വന്നടിച്ച് നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ആർമർ കിട്ടണം, അല്ലെങ്കിൽ ശരിയാവില്ല. അത് ഹെൽമെറ്റ് ഗൈസ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്.
കുറച്ച് സമയം എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളെന്താ ചെയ്യേണ്ടത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്ത. അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല, ചാനൽ കയറി ചെക്ക് ചെയ്യുക. പിന്നെ പുതിയൊരു സീരീസ് തുടങ്ങുന്നുണ്ട് ഗൈസ്. പിന്നെ ഞാനിവിടെ റിയൽ ലൈഫ് കുത്തിയിരുന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു പണിയിലാണ് ഗൈസ്. എന്താണ് ഗൈസ്, ഫാൻ ഇട്ടാൽ ഈ മൈക്കല്ലേ, ഫോണിൻ്റെ മൈക്കിൽ ഊന്നുണ്ട് സൗണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാൻ ഇടാണ്ട് ഫാൻ ഓഫ് ആക്കിയിട്ട് റൂമിൻ്റെ അകത്ത് കുത്തി തന്നെ ഫോണ് വോയിസ് ഓവർ ചെയ്യാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഫാനിൻ്റെ അകത്ത് കുത്തി കഴിഞ്ഞിട്ട് പണിയാണ്. ഫാനിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത്. പക്ഷെ എൻ്റെ അവനെ ചൂടെടുത്ത് ചത്ത് വേർത്തൊലിക്കാൻ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടും. പ്ലീസ് പടച്ചോനെ ചത്ത് എന്നെ കൊല്ലുന്നേ. അവിടെ അവിടെ നിന്ന് എടുത്ത് ചാടിയ ചത്ത്, ഉറപ്പാ ചത്ത്. പണിയാ. ഒരു ഐഡിയ ഉണ്ട് അവിടെ ഒരു ഐഡിയ ഉണ്ട് കേസ്, ഒരു ഐഡിയ ഉണ്ട്, ചെറിയൊരു ഐഡിയ ഉണ്ട്. നമുക്കൊരു ക്രാഫ്റ്റിനെ അപ്ലോഡ് എടുത്തിട്ട് ഡയറക്റ്റ് ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ട് താഴോട്ട് നൈസായിട്ട് ചാടുക. അത് തന്നെയാണ് വഴി. എന്തായാലും ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് ചാടാം. വേഗം പോയിവിട്. എന്താ ഇത് ചാവുമോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. പണി കിട്ടിയില്ല. ആ പണി ഇതെന്താ ആ